അല്ല, പക്ഷേ ഇക്കാര്യത്തിനകത്ത് പോലീസിന്റെ ഭാഗത്തു നിന്നൊരു വീഴ്ച സംഭവിക്കുന്നു, അല്ലെങ്കിൽ പോലീസ് ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദത്തിലായിരുന്നു എന്ന് താങ്കൾക്ക് തോന്നാനുള്ള കാരണം എന്താണ്? കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോലീസ് ഓഫീസർ അറിയുകയും ഇടയിൽ നിൽക്കുന്ന IG-യും കമ്മീഷണറും അറിയാതിരിക്കുകയും ചെയ്തത് വളരെ സംശയം. 1.5 മണിക്കൂർ നേരം. പിന്നെ ഈ 1.5 മണിക്കൂർ നേരം ഒരു ഉന്നത പോലീസ് ഓഫീസർ അവിടെ വന്നിട്ടില്ല. ഇത് ഒരു AC-യുടെ മാത്രം തലത്തിൽ അന്വേഷിക്കേണ്ട ഒരു. മാത്രമല്ല താങ്കൾ പറഞ്ഞ 15 മിനിറ്റിനുള്ളിൽ പിടിക്കാവുന്ന ഒരാള് വളരെ നിസ്സാരമായി രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നെ അത് കഴിഞ്ഞ മാത്രമല്ല ഈ സംസാരത്തിൽ അപ്പോഴത്തേക്കും ഈ നടി അപ്പം ഈ ഫോണിൻ്റെ ടവർ ലൊക്കേഷൻ കഴിഞ്ഞപ്പം പോലീസ് പറയുന്നുണ്ട് ഈ നടി നേരത്തെ ഇയാളെ അറിയുന്നതാണ്, ഇയാൾ ടൗല് ഇട്ടുകൊണ്ടാണ് ഇങ്ങനെ ടൗല് വെച്ച് കെട്ടിയിട്ടാണ് വണ്ടിക്കകത്ത് കയറിയെന്നും. അത് കഴിഞ്ഞപ്പം ഗോവയിൽ വെച്ച് ഒരു ഷൂട്ടിങ് കഴിഞ്ഞിട്ടോ മറ്റോ ഇവരെ എയർപോർട്ടിലും കണ്ട് ഇയാൾ വിട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു സംശയം തോന്നി, നിങ്ങൾ ഇന്നയാളല്ലേ എന്ന് ഇവർ ചോദിച്ചപ്പം ടൗല് പെട്ടെന്ന് മാറ്റി എന്ന് ഇവർ പറഞ്ഞതായിട്ട് പോലീസ് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പോലീസിൻ്റെ വലയിൽ അന്ന് നേരം വെളുക്കുന്നതിന് മുമ്പ് വീഴും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. പോലീസ് ഇതിൽ ആത്മാർത്ഥത കാണിച്ചിരുന്നു. അല്ല, പോലീസിനകത്തൊരു താല്പര്യം ഉണ്ടാകേണ്ട കാര്യമില്ല, പക്ഷേ മറ്റേതൊരു വിഭാഗത്തിനൊരു താല്പര്യം ഉണ്ടാവുകയും ആ താല്പര്യത്തിൻ്റെ സമ്മർദ്ദത്തിൽ പോലീസ് വഴങ്ങുകയും ചെയ്തിട്ടുണ്ടാകാം. ആ വിഭാഗം ആരായിരിക്കും ശ്രീ പി? അത് നമ്മൾ അന്വേഷണത്തിൽ കണ്ടെത്തേണ്ട ഒരു കാര്യമാണ്. ഇതിനോട് കൂട്ടി വായിക്കേണ്ട 2-3 കാര്യങ്ങൾ കൂടെ ഞാൻ പറയാം. ഈ കൈരളി ചാനലിൽ ഇവരെ വളരെ സ്വഭാവഗതി ചെയ്യുന്ന രീതിയിൽ ഒരു വാർത്ത വന്നു വളരെ പെട്ടെന്ന്. 7 മണിക്കോ 7:15 ആണെന്ന് സമയം എനിക്കറിയില്ല. എൻ്റെ വൈഫ് എന്നെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ കൈരളി ചാനലിൽ വാർത്ത വരുന്നുണ്ടെന്ന് ആരോ അവരെ വിളിച്ചു പറഞ്ഞു. ആ ചാനലിലെ ചെയർമാൻ മമ്മൂട്ടിയാണ്. ഈ കൈരളി ചാനലിൽ വന്ന വാർത്തയുടെ ഒരു ഫോട്ടോ കോപ്പിയാണ് മുഖ്യമന്ത്രി നടത്തിയ അന്നത്തെ പ്രസ്താവന. ഏത് സ്ത്രീ ആണെങ്കിലും നടപടിയെടുക്കും എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് ഡ്രൈവറോടോ മുൻ ഡ്രൈവറോടോ അങ്ങനെയൊക്കെ എന്നുള്ള രീതിയിൽ അതിൻ്റെ കോപ്പി ഞാൻ എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. അങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം വന്നത്. ഇതിൻ്റെ പിന്നാലെയാണ് കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി, ഇക്കാര്യങ്ങളൊക്കെ അറിയാവുന്ന പാർട്ടി സെക്രട്ടറിയുടെ മറുപടി വരുന്നത് ഒറ്റപ്പെട്ട സംഭവമാണ്. അപ്പോൾ ഇതിനെ ഞാനൊന്ന് ബന്ധിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴാണ് എൻ്റെ സംശയം ശക്തിപ്പെട്ടത്. ഇനി ഈ പ്രതി കീഴടങ്ങിയ രീതി, പ്രതിയെ പിടിച്ചതിനെ ഞാൻ എതിർക്കുന്നൊന്നുമില്ല, പ്രതിയെ പിടിച്ചത് നന്നായി. ഒരു കൊടും ഭീകരനെ പിടിക്കട്ടെ, ഇങ്ങനെ വെടിവെച്ചോ എങ്ങനെയും പിടിക്കട്ടെ. അതിൻ്റെ ഒരു രീതി, എറണാകുളം മഹാരാജാസ് കോളേജിൽ പഠിച്ച ഒരാളാണ്. ഈ കോടതിയിൽ ഞാനൊരു 6 മാസം ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള, 1 വർഷം ഞാൻ പ്രാക്ടീസ് ചെയ്തതിൽ 6 മാസക്കാലം ഈ കോടതി കൂടെ നടന്നിട്ടുള്ള ആളാണ്. കോടതി പുതിയ ബിൽഡിങ്ങും എനിക്കറിയാം. ഈ കോടതിയുടെ മുന്നിൽ കൂടെ മാത്രം ഈ പ്രതി വരും എന്ന് വിചാരിക്കാൻ മാത്രം വിഡ്ഢികളാണോ കേരള പോലീസ്? ആകെപ്പാടെ ഈ കോടതിയുടെ പുറയിൽ കൂടെ വരാവുന്ന 2 മാർഗ്ഗങ്ങളും, ഒന്ന് മഹാരാജാസ് കോളേജിൻ്റെയോ ലേഡീസ് ഹോസ്റ്റലിൻ്റെയോ മതിൽ ചാടിക്കിടക്കണം, അതല്ലെങ്കിൽ എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിൻ്റെ മതിൽ ചാടിക്കിടക്കണം. ഈ 2 മതിലിൻ്റെ അടുത്ത് എന്തുകൊണ്ട് 1-2 പോലീസ് നിന്നില്ല? ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ പ്രതി കയറിയിരിക്കുന്നത് ജഡ്ജിമാർ മാത്രം ഉപയോഗിക്കുന്ന ഒരു ലിഫ്റ്റിലാണ്. ആ ലിഫ്റ്റ് 1-ാം നിലയിൽ ആണ് മജിസ്ട്രേറ്റ് ഇല്ലാത്തത്, ചേംബറിലേക്ക് പോയി. ആ സമയത്ത് വക്കീലന്മാർ പറഞ്ഞത് ശരിയാണെങ്കിൽ അത് വെരിഫൈ ചെയ്യേണ്ടതാണ്, സബ്ജക്റ്റ് ടു കറക്ഷൻ. 2-ാം നിലയിലും 3-ാം നിലയിലും ഇതേപോലെ ഉത്തരവാദിത്തപ്പെട്ട കോടതികളുണ്ട്. ആ കോടതികളിലേക്ക് ഈ പ്രതി പോയിട്ടില്ല. 1-ാം നിലയിൽ നിന്ന് പ്രതിയെ പിടിച്ചാൽ പുറത്തോട്ട് ഇറക്കിക്കൊണ്ട് പോകാൻ എളുപ്പമുള്ളത് കൊണ്ടാണോ അവിടെ ഇറങ്ങിയതും എന്നുള്ളത് പിന്നത്തെ ഒരു പ്രശ്നമാണ്. ഇനി ആ കാര്യങ്ങൾ പോട്ടെ. തമിഴ്നാട് രജിസ്ട്രേഷനുള്ള പൾസർ സുനിക്ക് വരാൻ വേണ്ടി പൾസർ ബൈക്ക് തമിഴ്നാട് രജിസ്ട്രേഷൻ കോയമ്പത്തൂരിൽ നിന്ന് ഇങ്ങനെ പുറപ്പെട്ട് വരികയാണ്. സിനിമയിലൊക്കെ കാണുന്നല്ലോ, ഇടയ്ക്കിടയ്ക്ക് കണ്ട് ഇങ്ങനെ വരികയാണ് നേരെ എറണാകുളം കോടതിയിൽ കീഴടങ്ങാൻ. ഇത്രയും ഗൗരവതരമായി കേരളം മുഴുവൻ വല വിരിച്ചിരിക്കുന്ന ഒരു പ്രതി കോയമ്പത്തൂർ മുതൽ ഇവിടം വരെ ഇങ്ങനൊരു ഈ പട്ടാപ്പകൽ ഇങ്ങനെ വന്നു എന്ന് വിശ്വസിക്കാൻ എങ്ങനെ കഴിയും? ഇത് പോലീസിൻ്റെ ക്യാമറകളിലോ അല്ലെങ്കിൽ പോലീസിൻ്റെ നിരീക്ഷണത്തിലോ ഹൈവേ പെട്രോളിങ്ങിലോ ഒന്നിലും കണ്ടെത്തിയിട്ടില്ല. ഇനി രണ്ടാമത്തെ എൻ്റെ സംശയം, എന്തുകൊണ്ട് പാലക്കാട് മുതലുള്ള ഡസൻ കണക്കിന് കോടതികൾ ഉള്ള ഒരിടത്തും ഈ പ്രതി കീഴടങ്ങിയില്ല? ഇതോടനുബന്ധിച്ച് വായിക്കേണ്ട ഒരു കാര്യമുണ്ട്. തലേ ദിവസം ഒരു വനിതാ അഭിഭാഷക തിരുവനന്തപുരത്ത് എന്ന്, ഇയാൾ തിരുവനന്തപുരം സൈഡിലാണ് കീഴടങ്ങാൻ പോകുന്നത് എന്നൊരു പ്രതീതി ജനിപ്പിച്ചതായി ഒരു വാർത്ത പുറത്തു വന്നു. നെടുമങ്ങാട് കോടതിയിൽ ഉൾപ്പെടെ പോലീസ് ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ തൃശ്ശൂർ കോടതിയിൽ കീഴടങ്ങും എന്നൊരു പ്രതീതി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കോടതിയിലേക്ക് മാത്രം ഇങ്ങനെ വന്ന് ഈ പ്രതി യാതൊരു പ്രയാസമില്ലാതെ എങ്ങനെ ഈ പ്രതി ഇവിടെ കീഴടങ്ങുന്നത്?
പോലീസിനൊരു ക്രെഡിറ്റ് വേണം, കാരണം തീർച്ചയായിട്ടും ഏത് കേസിനും പോലീസിന് ക്രെഡിറ്റ് വേണം. അപ്പം ഏത് സാഹചര്യത്തിലാണ് ഞാൻ പ്രതിയെ പിടിച്ചതിനെ പറ്റി ഒന്നും പറയുന്നില്ല. ഞാൻ പോലീസിൻ്റെ നടപടി വളരെ ദുരൂഹമാണ് എന്ന് പറഞ്ഞപ്പം പി.ടി. തോമസ് പ്രതിക്ക് അനുകൂലമാണെന്ന് ചില പ്രസ്താവന ഇറക്കിയ ആളുകളാണ്. കാരണം തുടക്കം മുതൽ ഇതിൽ വളരെ ആത്മാർത്ഥമായി എൻ്റെ സ്വന്തം സഹോദരിക്ക് ഉണ്ടാകുന്ന ഒരു ദുഃഖം പോലെ ആ കൂടെ നിന്ന ഒരാളാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ കൂടെ നിന്നാൽ ആക്ഷേപവും പഴിയും അല്ലെങ്കിൽ ഇതൊക്കെയാണ് കേൾക്കുന്നതെന്നതിൻ്റെ സൂചനയാണ്. ചിലരൊക്കെ അവിടെ ഇവിടെയൊക്കെ സംശയിച്ചൊക്കെ ആണെങ്കിലും ആനത്തലം വട്ടം ആനന്ദനും MP ആയിരുന്ന രാജേഷും ഒക്കെ ആ തരത്തിൽ ചില ദുസൂചന കൊടുക്കും. ഞാൻ ഈ വിവരം പബ്ലിക്കിൻ്റെ മുമ്പിൽ പറയുകയും ആദ്യമായി ഒരു ചാനൽ എന്നെ ചർച്ചയ്ക്ക് വിളിക്കുകയും ചെയ്തപ്പം പോലും ഒരു സിംഗിൾ വാക്ക് പൊളിറ്റിക്കലായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്തിയിട്ടില്ല, പോലീസിനെ കുറ്റപ്പെടുത്തിയിട്ടില്ല, എല്ലാം നല്ല നിലയിൽ നടക്കുന്നു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെയായിരുന്നു നിലപാട്. ഒരാൾ ഞാൻ സംശയം പറഞ്ഞിട്ടില്ല. ഇപ്പം ഇതെല്ലാം പറയാൻ തോന്നുന്നു. ഇനി ഏറ്റവും അവസാനം ഇന്നലെ ഈ കേസിൻ്റെ പ്രതിയെ 24 മണിക്കൂർ ആലുവ പോലീസ് ക്യാമ്പിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ആ ചോദ്യം ചെയ്യൽ തീരുന്ന കോടതിയിൽ ഹാജരാക്കി എപ്പോഴോ അതിനടുത്തോ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കോഴിക്കോട് പ്രഖ്യാപിച്ചിരിക്കുന്നു, ഇതിൽ ഗൂഢാലോചന ഇല്ല. ഇനി എന്താ? കേസ് തീർന്നു. കേരള പോലീസിന്റെ ഭാഗത്ത് മൊഴി അതേപോലെ തന്നെ വിശ്വസിച്ച് കേസ് അവസാനിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യം അങ്ങനെ കൂടെ ചിലപ്പോൾ അവസാനിപ്പിക്കാം. പക്ഷെ പോലീസ് അത് പറഞ്ഞില്ല എന്നുള്ളത് അത്ര. പിണറായി വിജയനെ പോലൊരു മുഖ്യമന്ത്രി ഗൂഢാലോചന ഇല്ല, ഗൂഢാലോചന ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പിന്നത്തെ കാര്യം. അത് ആരാ പറയേണ്ടത്, ആരാ കണ്ടെത്തേണ്ടത്? ഇനി വേറൊരു കാര്യം പോലീസിന് നൽകുന്ന ഒരു സന്ദേശമാണ്. പോലീസിന് നൽകുന്ന സന്ദേശമാണ് ഇവിടെ അവസാനിപ്പിച്ചോണം. ഗവൺമെന്റിന്റെ നിലപാട് ഇതാണ്, ഇവിടെ അവസാനിപ്പിച്ചോണം. കാരണം പിണറായിക്ക് പല ചങ്കുണ്ടെന്ന് പറയുന്നല്ലോ. അപ്പോൾ അത് കേട്ട് പാവം പോലീസ് ഉടനെ ഇത് അവസാനിപ്പിക്കണം. ഇന്ത്യയിൽ പള്ളിക്കൂടത്തിൽ പോകാത്ത ഒരു മുഖ്യമന്ത്രി പോലും ഇത്രയും ഗൗരവതരമായ ഒരു കേസിൻ്റെ നടുവിൽ ഈ കേസിനെ പറ്റി ഇത്തരം ഒരു അഭിപ്രായ പ്രകടനം നടത്തില്ല. അത് പ്രതിയെ സഹായിക്കാൻ തന്നെയാണ്. ഏതായാലും മുഖ്യമന്ത്രിയുടെ ഈ പ്രസ്താവന പോലീസിൻ്റെ മനോവീര്യം കെടുത്തുമെന്ന് മാത്രമല്ല, കോടതിയിൽ നിന്ന് വീണ്ടും ഇന്നോ നാളെയോ ചിലപ്പം കസ്റ്റഡി കിട്ടുമല്ലോ. അപ്പം നടത്തുന്ന എല്ലാ ചോദ്യം ചെയ്യലും ഇതിനെ ആശ്രയിച്ചായി പോകും. ഈ തിരക്കഥയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇവിടെ കൺക്ലൂഡ് ചെയ്യുക. ആണ്. ഇനി വേറൊരു കാര്യം കൂടെ ഉണ്ട്. പോലീസ് ഇന്നലെ പ്രതി പോയ വഴികളിലൂടെ സഞ്ചരിച്ചതായിട്ട് കാണുന്നു. പ്രതി പോയ വഴികളിലൂടെ സഞ്ചരിച്ച് അപ്പം പത്രത്തിലേക്ക് പുറത്തേക്ക് വന്ന വാർത്ത ശരിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോണ് എവിടെയോ സെൻറ്റ് റീത്താസ് സ്കൂളിൻ്റെ അടുത്തോ എവിടെയോ പുഴയിലോ തോട്ടിലോ എങ്ങാണ്ട് എറിഞ്ഞു കളഞ്ഞു, കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്നാണ്. ഇനിയും കണ്ടെത്തുമായിരിക്കും. അപ്പോൾ എന്താ ഇതിൻ്റെ അർത്ഥം? ഇതിനകത്ത് ആകെയുള്ള ഒരു തെളിവ് നടിയുടെ മൊഴിയും ഇതുപോലെ തന്നെ അവരുടെ വേറെ ചിത്രം എടുത്തോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. അപ്പോൾ അത് നഷ്ടപ്പെട്ടു എന്ന് പോലീസ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഏകദേശം. അതിനു മുമ്പ് നിങ്ങൾ ആലോചിക്കണം, ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുപോലുള്ളൊരു കേസിൽ ഒരിക്കലും ഈ പ്രതിയെപ്പറ്റി ഒരു വ്യക്തമായ ധാരണ പോലും വരുന്നതിന് മുമ്പ് പ്രതി ഒരു അഭിഭാഷകനെ കണ്ട് എൻ്റെ പാസ്പോർട്ടും ഫോണും ഇവിടെ ഇരുന്നോട്ടെ, എന്തിനാണ്, രാജ്യം വിട്ടു പോകില്ല എൻ്റെ പ്രതി എന്നുകൊണ്ട് കൊടുക്കുകയാണ്. അപ്പം ഇതൊക്കെ എങ്ങനെ നടക്കുന്നു, എവിടെ നടക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട. ഇനി ഈ സംഭവത്തിന് ശേഷം ഒരു പെട്ടി ഓട്ടോ, ഏതൊരു ഓട്ടോറിക്ഷയിൽ പ്രതി ഒരിടത്ത് ചെരുപ്പ് ഊരി പിടിച്ചുകൊണ്ട് ചാടിക്കിടക്കുന്നു, അതുപോലെ തന്നെ തിരിച്ചു ചാടുന്നു. ഈ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട അന്വേഷണം എവിടെയാണ്? അപ്പം ഇനി അവിടെയാണോ ഒരു ഗൂഢാലോചന നടന്നതെങ്കിൽ അത് കണ്ടുപിടിക്കണ്ടേ? അപ്പം മുഖ്യമന്ത്രിക്ക് എങ്ങനെ പറയാൻ പറ്റും? അതായത് ഒരു 50 ലക്ഷം രൂപയ്ക്ക് വേണ്ടി വളരെ നിസ്സാരമായി ഒരു മനുഷ്യൻ നടത്തിയ ഒരു ഓപ്പറേഷൻ മാത്രമാണെന്ന് വേണം നമ്മളിപ്പോൾ മനസ്സിലാക്കാൻ. പോലീസിന്റെ നിരീക്ഷണവും മുഖ്യമന്ത്രിയുടെ പറച്ചിലും വെച്ചിട്ട് അങ്ങനെ ഒരു കൺക്ലൂഷൻ വേണം നമ്മൾ എത്താൻ. അങ്ങനെ വേണം എത്താൻ. കാരണം ഇതിലൊന്നും ആരും ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ഞാൻ കേരളം ഭരിക്കുകയാണ്. ഏത് അന്വേഷണം എങ്ങനെ നടക്കും, എങ്ങനെ അവസാനിപ്പിക്കണമെന്ന് എനിക്കറിയാം. ഞാൻ തീരുമാനിക്കും. ഞാൻ ഇരട്ടച്ചങ്കുള്ള ആളാണ്. അങ്ങനെയാണെങ്കിൽ ഈ മുഖ്യമന്ത്രിക്ക് ഉണ്ടാകുന്ന സമ്മർദ്ദം ഏത് മേഖലയിൽ നിന്നാണ്? സ്വാഭാവികമായിട്ടും അത് ചലച്ചിത്ര രംഗത്ത് തന്നെയായിരിക്കും. ചില നടന്മാരെ കുറിച്ച് ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള സാധ്യതകൾ താങ്കൾ കാണുന്നുണ്ടോ? ആ കുട്ടി ആ അർത്ഥത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സംശയം അന്ന് അല്ല, എന്നോട് ഏതെങ്കിലും നടൻ്റെ കാര്യമോ അല്ലെങ്കിൽ ആരെങ്കിലും അങ്ങനെ എന്നോട് പറഞ്ഞിട്ടില്ല. നമുക്ക് പറയാൻ അറിയാത്ത കാര്യം നമുക്ക് പറയാൻ പറ്റിയല്ല. ഞാൻ സജീവ രാഷ്ട്രീയം ഉണ്ടെങ്കിലും ഞാനത് പറയത്തില്ല. ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന ഇപ്പം ദിലീപിൻ്റെ പേര് പല മാധ്യമങ്ങളിലും വന്നു. എൻ്റെ അറിവിൽ പെട്ടിടത്തോളം ദിലീപ് വളരെ മാന്യനായി
നമ്മുടെ മലയാള ചലച്ചിത്ര രംഗത്തുള്ള ഒരാളായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. മറിച്ച് ഒന്ന് എന്തെങ്കിലും നമുക്ക് ബോധ്യപ്പെടുന്നവരെ. അതുകൊണ്ട് ആരെയെങ്കിലും വ്യക്തിപരമായി പറയാൻ ഒരു പൊതുപ്രവർത്തനം എന്ന് ഞാൻ തയ്യാറല്ല. ആ സൂചനയൊന്നും ആ സമയത്ത് ആ യുവനടി നൽകിയിട്ടില്ല. അല്ല, നൽകിയിട്ടില്ല, ഒരിക്കലും നൽകിയിട്ടില്ല. അല്ല, പക്ഷേ BJP നേതാവായിട്ടുള്ള AN രാധാകൃഷ്ണൻ പറഞ്ഞത് ബിനീഷ് കൊടിയേരിക്ക് ഇക്കാര്യത്തിലൊരു പങ്കുണ്ട് എന്നാണ്. അദ്ദേഹം വെല്ലുവിളിച്ചിട്ടുണ്ട്, മാനനഷ്ട കേസ് വേണമെങ്കിൽ ധൈര്യമായിട്ട് കൊടുത്തോളൂ എന്നുള്ളത്. അല്ല, അത് ബിനീഷ് കൊടിയേരിയും കൊടിയേരിയുടെ കുടുംബവും പറയേണ്ട ഒരു കാര്യമാണ്. ബിനീഷ് കൊടിയേരിക്ക് ബന്ധമുണ്ടെന്നും ഈ അവസരത്തിൽ ഞാൻ പറയത്തില്ല, കാരണം എനിക്കറിയാത്ത കാര്യമാണ്. കൊടിയേരിക്ക് ബന്ധമുണ്ടെന്നും ഞാൻ പറയുന്നില്ല, പിണറായി വിജയന് ബന്ധമുണ്ടെന്നും പറയുന്നില്ല. പക്ഷേ പിണറായിയും കൊടിയേരിയൊക്കെ എന്ത് സമ്മർദ്ദമാണ് പിന്നെ അനുഭവിച്ചത് ഈ കാര്യത്തിൽ? മോഷണ കേസ് പോലും ഈ മോഷണം മുതൽ വേറെ ഒരു കാര്യമില്ല എന്ന് പറഞ്ഞ് ഒരു മുഖ്യമന്ത്രി ആ മോഷണം അവസാനിപ്പിക്കണമെന്ന് സൂചന നൽകൂ. അത് ഏതോ വലിയ സമ്മർദ്ദം മുഖ്യമന്ത്രിയുടെ മേലുണ്ട് എന്ന് തെളിയിക്കുന്നതാണ്. അല്ല, ഇതിന് പുറത്ത് പൾസർ സുനിക്ക് അപ്പുറത്ത് ഒരു വലിയ ഗൂഢാലോചന ഉണ്ട് ഈ കാര്യത്തിൽ, ഒരു സംഘം പ്രവർത്തിച്ചിട്ടുണ്ട് ഈ കാര്യത്തിൽ എന്ന കാര്യത്തിൽ PT തോമസിന് യാതൊരു സംശയവുമില്ല. എൻ്റെ ശുദ്ധ മനസ്സുകൊണ്ട് പ്രതിയൊക്കെ പിടിച്ചു, എല്ലാം അവസാനിച്ചു എന്നിരിക്കുകയായിരുന്നു. ഇന്നലെ പിണറായി വിജയൻ ഗൂഢാലോചന ഇല്ലെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ സംശയം ഇരട്ടിച്ചു. അങ്ങനെയാണല്ലോ പിണറായിയുടെ പല കാര്യങ്ങളും.